ഇനി കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്. വയനാട്ടിൽ നിന്നാണ്. അവിടെ മാനന്തവാടിയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്നാണ്. പന്നിച്ചൽ സ്വദേശിയായ ബേബിയാണ് മരിച്ചത്. മകൻ റോബിൻ പോലീസ് കസ്റ്റഡിയിലാണ്. വീട്ടിലുണ്ടായ വഴക്കിനിടയിൽ റോബിൻ ബേബിയെ വെട്ടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആഷിഖ് റഹ്മാൻ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. ഈ മകൻ റോബിൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ അച്ഛൻ കതവ് തുറന്നു കൊടുത്തു. ശേഷം ഇവർ തമ്മിൽ ചില കുടുംബ വഴക്കുകൾ ഉണ്ടായി. തുടർന്നാണ് വീട്ടിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് അച്ഛൻ ബേബിയെ മകൻ വെട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഈ അച്ഛനെ ആഴത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നെഞ്ചിൽ ആഴത്തിൽ ഈ കത്തി കൊണ്ട് കുത്തേറ്റിരുന്നു. വലിയ ആഴത്തിൽ മുറിവേറ്റിരുന്നു. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും കൂടുതൽ ചികിത്സ വേണമെന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചത്. ഇവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് നാട്ടുകാരടക്കം സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും ആവർത്തിച്ചു. 11 മണിയോടെയാണ് മകൻ എത്തിയത്. തുടർന്ന് വാക്കേറ്റവും സംഘർഷവും എല്ലാം ഉണ്ടായ ശേഷം രാത്രി 1 മണിയോടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ അച്ഛൻ ബേബി മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മകൻ റോബിനെ മാനന്തവാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളെല്ലാം ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് കാരണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ദാരുണമായ സംഭവമാണ്. ഇടവക സ്വദേശി ബേബിയാണ് കൊല്ലപ്പെട്ടത്. 67 വയസ്സാണ്. മകന്റെ ആക്രമണത്തിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. 1 മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി, ശരി ആഷിഖ്. വീട്ടിലുണ്ടായ കുടുംബ വഴക്കാണ് ഉണ്ടായ. ചെറിയൊരു പ്രകോപനമാണ്. ആ പ്രകോപനത്തിന് പിന്നാലെയാണ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ. അല്ല, എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞൊക്കെ തീർത്തൂടെ? ഇങ്ങനെയൊക്കെ ഈ അക്രമവാസനയിലേക്കൊക്കെ പോകുന്നതാണ് സമൂഹത്തിന് പോലും ഈ വലിയ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് നാളൊന്നും ഇത്തരം വാർത്തകൾ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട് നമ്മുടെ നാട്ടിൽ.